ഇതൊരു സഞ്ചരിക്കുന്ന കടയാണ് കേട്ടോ. ഒരു ഓട്ടോറിക്ഷയെ കടയാക്കി രൂപാന്തരപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് സ്ഥിരം ഒരു റൂട്ടുണ്ട്, ആ വഴി പോവും. ഒരാഴ്ചയിൽ ഓരോ വഴിയുണ്ട്, ഓരോ റൂട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടിൽ പോകുമ്പോൾ നമ്മളെ സ്ഥിരം മേടിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, അവിടെ ചെല്ലും, കിട്ടാനുള്ള കാശ് മേടിക്കും. അപ്പോൾ പുതിയ പ്രോഡക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ മേടിക്കും. നമ്മൾ പറ്റിക്കില്ല, നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രം കൊടുക്കുക. അപ്പോൾ വിശ്വാസമായി. അങ്ങനെ ആകുമ്പോൾ പിന്നെയും ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കും. ഉടായ്പ കളിച്ചാൽ അതോടുകൂടിയിട്ട് കച്ചവടം പൊളിയും. പുതിയ സാധനം എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ അത് അവർ പറയും, അല്ലെങ്കിൽ വിളിച്ച് പറയും, ഫോൺ ചെയ്ത് പറയും. അപ്പോൾ നമ്മൾ എത്തിച്ചു കൊടുക്കും. ക്യാഷ് റെഡി ക്യാഷ് കിട്ടില്ല, കടാണ്, കുറേശ്ശേ കിട്ടുള്ളൂ. കടയിൽ ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി മേടിക്കുമ്പോൾ റൊക്കം കാശ് കൊടുക്കണ്ടേ, റൊക്കം കാശ് ഇല്ലാത്തവനും സാധനം മേടിക്കണ്ടേ. അപ്പോൾ അതിന് നമ്മളൊരു ക്രെഡിറ്റ് ഒന്നും അവരേക്കൊന്ന്, അല്ലെങ്കിൽ ആധാർ കാർഡോ പാൻ കാർഡോ ഒന്നും മേടിക്കണമൊന്നുമില്ല. ഒരു വിശ്വാസത്തിൻ്റെ പേരിലുള്ള കച്ചവടമാണ്. 90% കടാണ്. പകുതി കാശ് കിട്ടും, പകുതിയൊക്കെ പിന്നെ അല്ലെങ്കിൽ കുറച്ച് കാശ് തരും, ബാക്കി ഇൻസ്റ്റാൾമെൻ്റായിട്ട് അടയ്ക്കും. അങ്ങനെയാണ്. അതുകൊണ്ടാണിത് ചിലവ് വരുന്നത്. റെഡി ക്യാഷിനൊന്നും ആരും മേടിക്കില്ല. നമ്മളിപ്പോൾ 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ 100-200 ആദ്യം കിട്ടുള്ളൂ. പിന്നെ 10 രൂപ, ചിലപ്പോൾ 10 തവണയൊക്കെ പോകേണ്ടി വരും. നല്ല കസ്റ്റമറും ഉണ്ടാവും, മോശം കസ്റ്റമറും ഉണ്ടാവും. കുറച്ച് ആൾട്രേഷൻ വർക്ക് ചെയ്ത് ഒരു ഗ്രില്ല് മാതിരി ഡോറൊക്കെ വെച്ച്, വേറെ ഒന്നും ചെയ്തില്ല. ഈ പാത്രങ്ങളൊക്കെ ഇവിടെ തൂക്കിയിരിക്കുന്നത് ആ രീതിയിലാണല്ലേ, ഗ്രില്ലൊക്കെ ആക്കി. ഫ്രൈ പാൻ, അതേമാതിരി സ്റ്റൗവ്, മിക്സി, അങ്ങനെ സാധനങ്ങൾ. എല്ലാ സാധനങ്ങളും ഉണ്ട്, പാത്രങ്ങൾ, എല്ലാ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെഡ്, കട്ടിൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓർഡർ പറയുമ്പോൾ കൊണ്ടുകൊടുക്കും. ഈ സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഓട്ടോറിക്ഷയെ ഒരു കടയാക്കി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ഓട്ടോറിക്ഷ കട. അതെ, ഓട്ടോറിക്ഷ കടയാണ്. അത് നമ്മളെ അത്രയും ക്രോസ് ആയിട്ടുള്ള, ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. കാരണം ചെന്ന് പിന്നെ നമ്മൾ പരിചയമായില്ലേ, അത്രയും പരിചയമായി ജനങ്ങൾക്ക്, നമ്മളെ വിശ്വാസമായി. നല്ല പ്രൊഡക്റ്റ് മാത്രം കൊടുക്കുക. ഇതിലിപ്പോൾ ഈ ഓട്ടോറിക്ഷയിലിപ്പോൾ അപ്പോൾ അതല്ലാണ്ട് എന്തൊക്കെയാണ് വരാറ്? കട്ടില്, ബെഡ്, അലമാരി, അങ്ങനെയുള്ള ഓർഡറുകളൊക്കെ കിട്ടും. നമ്മൾ ഈ പ്രദേശത്തുള്ള കച്ചവടക്കാരത്ത് പോയിട്ട് അവരേക്കൊന്ന് എന്തെങ്കിലും ഒരു ചെറിയ ഡിസ്കൗണ്ട് മേടിച്ചിട്ട്, ആ ഡിസ്കൗണ്ട് അതാണ് നമ്മുടെ ലാഭം. ഇപ്പോൾ നമ്മൾക്ക് ചെറിയ ഡിസ്കൗണ്ട് കിട്ടും. നമ്മൾ കച്ചവടക്കാരനായതിൻ്റെ പേരിൽ ചെറിയ ഡിസ്കൗണ്ടിൽ നമുക്ക് കിട്ടും. പക്ഷേ ഒരു പീസ് എടുത്താൽ കിട്ടില്ല. ചിലപ്പോൾ 12 പീസ് എടുക്കേണ്ടി വരും, ചിലപ്പോൾ 6 പീസ് എടുക്കേണ്ടി വരും. അപ്പോഴാണ് ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. പുതിയ ഓർഡറാണോ? പുതിയ ഓർഡർ വന്ന് അതൊരു സൈക്കിള്. ഇല്ല, അതൊക്കെ നമ്മൾ കൊണ്ടുകൊടുക്കും. സൈക്കിൾ കൊണ്ടുകൊടുക്കും. അതുപോലെ ഓർഡർ പറയുമ്പോൾ നമ്മൾ കൊണ്ടുകൊടുക്കും. അതാണ്, അങ്ങനെയാണ്.